മതസൗഹാർദ്ദത്തിന്റെ വേദിയായി വയനാട്ടുകുലവൻ തേയുംകെട്ട് സന്നിധി 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തേയുംകെട്ട് നടക്കുന്ന മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിലാണ് മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഇഫ്താർ സംഗമം നടന്നത്. വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തേയുംകെട്ട് നടക്കുന്ന മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിലാണ് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇഫ്താർ സംഗമം ഒരുക്കിയത്. കണ്ണിന് കുളിർമയേകുന്നതും മനസ്സിന് ഏറെ സന്തോഷം നൽകുന്നതുമായ പതിവിൽ നിന്നും ഇഫ്താർ വിരുന്നിനെ വ്യത്യസ്തമാക്കിയത് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിൽ ഒരുക്കിയതാണ്. തേയുംകെട്ടിന്റെ കലവറയ്ക്ക് മുന്നിലായാണ് നിസ്കരിക്കാൻ സ്ഥലം ഒരുക്കിയത്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ നോമ്പുതുറയ്ക്കായി വിവിധ വിഭവങ്ങളാണ് ടേബിളിൽ ഒരുക്കിയത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ, ജനറൽ കൺവീനർ ഗംഗാധരൻ താളിക്കുണ്ട്, വൈസ് ചെയർമാൻ അനിൽ നീരളി, വർക്കിംഗ് ചെയർമാൻമാരായ കെ വി ശ്രീനിവാസൻ, സുകുമാരൻ കാണൂത്ത്, സുധാകരൻ പോത്തൻകൈ, സുരേഷ് കോളിക്കുന്ന്, ട്രഷറർ നാരായണൻ ഓർക്കോൽ, ദേവസ്ഥാനം സെക്രട്ടറി വിനോദ് കോളിക്കുന്ന്, പ്രൊഫസർ വി കുട്ടിയാൻ, വി പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. നമുക്കറിയാം, മടിക്കയെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തിനും അതുപോലെ തന്നെ മാനുഷിക നന്മയ്ക്കും വേണ്ടി പേരുകേട്ട നാടാണ്. അതിൻ്റെ ഭാഗമെന്ന രീതിയിലാണ് ഇന്ന് വൈകുന്നേരം ഈ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ലോകത്താകമാനം തന്നെ മതസൗഹാർദ്ദം നിലനിന്നാൽ മാത്രമേ, അതുപോലെ തന്നെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളൊക്കെ തന്നെ യോജിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ ലോകം നിന്ന് പുലരുകയുള്ളൂ എന്ന് ഓരോ നിമിഷവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു വെളിച്ചമെന്ന രീതിയിലാണ് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറെ മഹനീയമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. ലോകം ഇന്ന് അമേരിക്കയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഒരു രാജ്യം വല്ലാണ്ട് ശിഥിലീകരിക്കപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് നാം എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. ലോക സമാധാനത്തിനായി നാടാകെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ ദൈവങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ കുതിപ്പിനുമാണ് ആക്കം കൂട്ടിയിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മുടെ മുന്നിലുള്ള സന്ദേശവും. നാടിനെ തകർക്കാൻ, അല്ലെങ്കിൽ ലോകത്തെ തകർക്കാൻ, രാജ്യത്തെ തകർക്കാൻ, മറ്റു പല ശക്തികളുടെയും പേരിൽ നാട്ടിലേക്ക് കടന്നു വരുന്നവരെ നമുക്ക് ചെറുക്കാൻ കഴിയണം. നാടിൻ്റെ നന്മയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്. മതസൗഹാർദ്ദവും മതേതരത്വവും മാനവികതയുമെല്ലാം ഏറ്റവും നന്നായി പുലരുന്ന നാടാണ് മടിക്കൈ. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത് ഈ ദൈവംകെട്ട് മഹോത്സവത്തിന് വലിയ ഒരാക്കം കൂട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രകാശൻ സൂചിപ്പിച്ച പോലെ ലോകത്താകമാനം സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക്, ജനനന്മക്ക് ഒക്കെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മഹത്തായ ഈ പരിപാടി നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മടിക്കൈ മേഖല ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ച് മതങ്ങൾ പരസ്പരം സ്നേഹത്തിൽ കഴിയുകയാണ്. മടിക്കൈ മേഖല ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ ഷെരീഫ് KP, ജനറൽ സെക്രട്ടറി മുബാറക് എരിക്കുളം, ട്രഷറർ അബ്ദുള്ള കയ്യുകൊച്ചി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉസ്താദ് അബ്ദുൽ ഖാദർ സുബാരി കുമ്പള നേതൃത്വം നൽകി. മടിക്കൈ മേഖല ജമാഅത്ത്, അങ്കലയ മടിക്കൈ കന്നാടം ജമാഅത്ത്, ബംഗളം ജമാഅത്ത്, ചാളക്കടവ് ജമാഅത്ത്, കാഞ്ഞിരപ്പൊയിൽ ജമാഅത്ത്, മൺകോട്ടെ ജമാഅത്ത്, കയ്യുകൊച്ചി ജമാഅത്ത് എന്നിവിടങ്ങളിലെ നിരവധി ആളുകളാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത്. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ജനതയ്ക്ക്
മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്നതായി മാറുകയാണ് ഓർക്കോൽ മീത്തലൈപ്പുര തറവാട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.